അപ്പോൾ വലിയ ഇൻട്രോയും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഫേസ്ബുക്കിൽ നിന്ന് കയറിയപ്പം ഒരു 16 ഹവേഴ്സാണ് ഇന്നലെ അങ്ങനെ ഇട്ട വീഡിയോ ആണ്. എൻ്റെയൊക്കെ പ്രായമുള്ള 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആക്സിഡൻറ്റിൽ വളരെ ഗുരുതര പരിക്ക് ഏറ്റ്. അപ്പം അത് കണ്ടപ്പോൾ ഭയങ്കര വേദന തോന്നി. കാരണം എന്നെപ്പോലെ ഒരാൾ, കാരണം അത് യൗവനക്കാരനാണ്. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ ആ കുടുംബത്തെ താങ്ങാൻ പറ്റാത്ത വേദന തന്നെയാണ്. അപ്പം അവർ സഹായം ചോദിച്ചാണ് അവരിട്ടത്. അപ്പം ആ ഒരു വീഡിയോ എൻ്റെ വീഡിയോ കഴിഞ്ഞ് അത് പ്ലേ ആണ്. അപ്പം ആ വീഡിയോ നിങ്ങൾ കാണാൻ പറ്റുന്ന അത്രയും രൂപ, അത് 10 50 ആകട്ടെ, അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം കണ്ടു, അപ്പം നിങ്ങളിലേക്ക് മാക്സിമം എത്തിക്കണമെന്ന് തോന്നി അവരുടെ അവസ്ഥ കണ്ട്. ഇതിനെപ്പറ്റി എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നല്ല, വിഷമം തോന്നി. അത് എനിക്ക് പറ്റുന്ന പോലെ, എനിക്ക് പറ്റുന്ന എങ്ങനെയാണോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നി. അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. അതിന് പറ്റാത്ത ഒരു നിമിഷങ്ങളും ആ പയ്യന് വേണ്ടി പ്രാർത്ഥിക്കുക മനസ്സുകൊണ്ട്. കാരണം അത് കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഓക്കെ, അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ. നമ്മുടെ മുമ്പിൽ ഈ ജീവച്ഛവം പോലെ കിടക്കുന്നത് 20 വയസ്സും മാത്രം പ്രായമുള്ള രാജീവ് എന്ന ചെറുപ്പക്കാരനാണ്. നമ്മുടെയൊക്കെ കാരുണ്യം കാത്താണ് ഈ കിടക്കുന്നത്. നമ്മുടെയൊക്കെ റമദാൻ മാസത്തിലെ സഹായത്തിൻ്റെ ഒരു വിഹിതം കൊടുത്താൽ ഈ ചെറുപ്പക്കാരനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകും. നമ്മുടെ മുമ്പിൽ തൊഴുകൈകളോടെ അപേക്ഷിക്കുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കരുതേ. ആക്സിഡൻറ്റിൽ ഗുരുതരമായ പരിക്കുകൾ പറ്റി ഇതിനോടകം 15 ലക്ഷത്തോളം രൂപ നാട്ടുകാരുടെയൊക്കെ സഹായത്താൽ ചികിത്സിച്ചു. ഇനി തലയൊട്ടിയെടുത്ത് തിരിച്ചു വെക്കാനും സംസാരശേഷി വീണ്ടെടുക്കാനും ശ്വാസകോശത്തിനൊക്കെ സർജറികൾ വേണം. നമ്മുടെയൊക്കെ ഒരു കുഞ്ഞനുജനെ പോലെ കണ്ട് സഹായിക്കണേ. എല്ലാവരും കഴിയണ പോലെ നിങ്ങൾ സഹായിക്കണം. ഞങ്ങളുടെ അനിയൻ ഇതുപോലെ ഒന്നല്ലായിരുന്നു. അവൻ ഓടി നടന്ന കുട്ടിയായിരുന്നു. ഇട്ടിയുടെ കിടപ്പം മാത്രം കിടക്കണ, നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവന്. എല്ലാവരും സഹായിക്കണം. അസ്സലാമലൈക്കും. നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ താഹിറാണ് ഒറ്റപ്പാലം. പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരി തൃക്കിടിരി പഞ്ചായത്തിൽ 13-ാം വാർഡിൽ രാമേന്ദ്രേട്ടന്റെയും അതുപോലെ നിൽക്കുന്ന അമ്മയുടെയും മകനാണ് ഈ രാജീവ്. 20 വയസ്സ് മാത്രം പ്രായമുള്ളൂ. ഒരു ആക്സിഡന്റ് 2 മാസം മുന്നേ നടന്നതാണ്. അതിൽ മേജറായിട്ട് അവന്റെ തലയോട്ടി എടുത്ത് ഇവിടെയാണ് ഇപ്പോൾ സർജറി കഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. ലെൻസിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം അവന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. ഏറ്റവും അപകടകരമായ രീതിയിലാണ് ഈ കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട ഒരു അവസ്ഥയാണ്. എന്നാൽ ഇവരുടെ കയ്യിൽ സാമ്പത്തികമില്ലാഞ്ഞിട്ട് ഒറ്റപ്പാലത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ മടക്കിയതാണ്. ഏകദേശം 12-13 ലക്ഷം രൂപയോളം ഈ കുടുംബം ഈ അവസ്ഥയിൽ നിന്ന് നാട്ടുകാരുടെ സഹായം കൊണ്ട് ചെലവഴിച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ കൈവിടരുത്. കാരണം അവന് പൂർണ്ണ രൂപത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനായി നമുക്ക് നടത്തണമെങ്കിൽ ഇനിയും വലിയ ലക്ഷങ്ങളുടെ ചെലവാണ്. ഏകദേശം തലകുട്ടി ഇവിടെ നമ്മള് ബ്ലാഡർ പോലെയാണ്. അതെടുത്ത് ഇപ്പോ സർജറി കഴിഞ്ഞ് വെച്ചിരിക്കുന്നതിനാണ്. ഇനി അത് തിരിച്ച് സർജറി ചെയ്യണം. വായക്കകത്ത് സംസാര ശേഷിക്കും അതുപോലെ ട്രക്കോസ്റ്റമി ഒക്കെ എടുത്ത് റിമൂവ് ചെയ്യണമെങ്കിലും അവന്റെ കാലിന്റെ ശേഷിയും ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയാണ്. കണ്ണിന്റെ അവിടേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. 4 സർജറിയോളം കഴിഞ്ഞും സാമ്പത്തികമില്ലാത്തത് കൊണ്ട് ഈ സമയത്തൊക്കെ വീട്ടിൽ കിടത്തേണ്ട കുട്ടിയാണ്. നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നാടും നാട്ടുകാരൊക്കെ പിരിച്ചെടുത്ത് കഴിഞ്ഞു അവന് വേണ്ടി. പ്രവാസികളായ സുഹൃത്തുക്കളും ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ മോനെ കരുതി, ഈ അമ്മയൊക്കെ കരുതി 10 രൂപ നിങ്ങൾ സഹായിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരാത്തൊരു അഭ്യർത്ഥനയായിട്ടേ വരുന്നു. എന്റെ മുന്നിൽ നാട്ടുകാരുണ്ട്, വാർഡ് മെമ്പർമാരുണ്ട്, ജാതി രാഷ്ട്രീയ കക്ഷികൾ അടക്കമുള്ളവർ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ഈ വീഡിയോയുമായിട്ട്. എന്റെ കൂട്ടത്തിലുണ്ട്. നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. ഞാൻ തൃക്കടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മുടെ തൃക്കടിയൂർ ഗ്രാമപഞ്ചായത്തിൽ 13-ാം വാർഡിൽ താമസിക്കുന്ന രാമചന്ദ്രൻ എന്നവരുടെ മകൻ രാജീവ്. ആ കുട്ടി ഒരു അപകടത്തെ തുടർന്ന് നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്. അപ്പോൾ അത് എല്ലാ മനസ്സുകളുടെയും സഹായം അവർക്ക് ചികിത്സ നടത്തണമെങ്കിൽ ആവശ്യമാണ്. എല്ലാവരും അകമഴിഞ്ഞ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ കുടുംബത്തിനെ സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. ഞാൻ തൃക്കടിയൂരി മഹലിൻ്റെ ഖത്തീബായി സേവനം ചെയ്യുന്ന ആളാണ്. നമ്മുടെ മഹല്ല് പരിധിയിലുള്ള രാമചന്ദ്രേട്ടൻ്റെ മകൻ രാജീവ് വളരെ ചെറുപ്പത്തിൽ തന്നെ ആക്സിഡൻ്റായി
വളരെ പ്രയാസം അനുഭവിക്കുന്ന യുവാവ്. നിത്യവൃത്തിക്ക് വേണ്ടി തന്നെ വളരെ പ്രയാസപ്പെടുന്ന ഈ കുടുംബത്തെ എല്ലാവരും മാനുഷികമായ പരിഗണന വെച്ച് സഹായിക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഈ വാർഡിലെ 13-ാം വാർഡിലെ മെമ്പറാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം, പ്രത്യേകിച്ച് പ്രവാസികൾ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ പ്രവാസികളുടെ സഹായം കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നു മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു രക്ഷയുമില്ലാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ കൈ നീട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി കൂടിയാണ് ഈ കരിയാട്ടിൽ രാമേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി. എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ മകനിപ്പം വളരെയധികം ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് വളരെയധികം രൂപ ചെലവായിരിക്കുകയാണ്. 3 ഓപ്പറേഷനോളം കഴിഞ്ഞിരിക്കുന്നു. ആശുപത്രിയിൽ കടത്തിലാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇനിയും തലയ്ക്ക് ഓപ്പറേഷനും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാനുണ്ട്. സാമ്പത്തികമായി യാതൊരു നിവൃത്തിയില്ലാത്ത ഈ കുടുംബത്തെ നിങ്ങളുടെ പരമാവധി സഹായം ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുക.